അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഹൈദരാബാദി അരീസ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കാം, 1/2 കപ്പ് ബാർലി എടുക്കാം, 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് മസൂർ ദാൽ, അതായത് ഓറഞ്ച് കളർ ദാൽ. ശരിക്കും ബാർലിക്ക് പകരം ചെറുപയർ പരിപ്പും തോരപ്പരിപ്പും 1/4 കപ്പ് വീതമാണ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു 6 ഗ്ലാസ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും ശേഷം ഒരു 2-3 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ മട്ടനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് മട്ടൻ വേറെ വേവിച്ചെടുക്കാം. ഈ സമയം മറ്റൊരു പാനിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യോ റിഫൈൻഡ് ഓയിലോ ചേർത്ത് ഒരു 6-8 കാഷ്യൂ 2 പിളർന്നത് ഫ്രൈ ചെയ്തെടുത്തു. ശേഷം ഒരു മീഡിയം സൈസിലെ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. കൂടുതൽ ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം. സവാള ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വഴറ്റുന്നത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് ബ്രൗൺ ആൻഡ് ക്രിസ്പി ആവുന്ന വരെ നമുക്ക് സവാള വഴറ്റി വെക്കണം. ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു പാനിൽ തന്നെ നമുക്ക് മട്ടന് വഴറ്റിയെടുക്കാം. മട്ടൻ ബോണിൻ പീസ് മട്ടനാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ബോണിനാവുമ്പോഴാണ് നല്ല ടേസ്റ്റി ആവും. ലെഗ് പീസൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി സുഖമാണ്. മട്ടൻ്റെ ചെറിയ എല്ലിൻ്റെ പീസുകൾ ഇല്ലാണ്ടിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കാം. കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള മട്ടൻ വലിയ പീസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം എന്തായാലും വെന്ത് ഉടഞ്ഞു പോകാനുള്ളതാണ്. ശേഷം 2 സവാള മീഡിയം സൈസിലുള്ളത് അരിഞ്ഞിട്ട് കൊടുത്തു. ഈ മട്ടൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തു. ഇവ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ എല്ലാ മിക്സും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തു. ഒരു 1/2 കപ്പ് യോഗട്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലോണം മട്ടനായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. ശരിക്കും കുക്കറിലാണ് ഞാനത് കുക്ക് ചെയ്യാൻ വിചാരിക്കുന്നത്. കുക്കറിൽ ഇങ്ങനെ വഴറ്റി കൊടുക്കാൻ സൈസ് കുറവായതുകൊണ്ട് ഞാനിത് പാനിലാക്കി മാത്രം ശേഷം കുക്കർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഒരു കപ്പ് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് വേവിച്ചെടുത്തു. ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിൽ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം വെന്ത് ഉടയേണ്ടതാണ്. വെന്തിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പരിപ്പ് മിക്സ് ഒരു 2-3 കയ്യിൽ മാറ്റി വെച്ച ശേഷം ബാക്കി മട്ടനെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു. നമ്മുടെ വലിയ ഗോതമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൽ ബാർലി മാത്രമേ ഉടയാണ്ട് കിടക്കുള്ളൂ, ബാക്കിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ തവി യൂസ് ചെയ്തിട്ട് തന്നെ ഉടച്ചു കൊടുത്തു. ശേഷം മല്ലിയില, പുതിനയില, അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുത്തു. ഇനി ഒന്നുകൂടെ ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. ഗരം മസാല കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്കിത് ഒരു ദമ്മ് പോലെ 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതാ നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. 1 ടീസ്പൂൺ നെയ്യും കുറച്ച് മല്ലിയില, പുതിനയില ചെറുതായിട്ട് അരിഞ്ഞതും കാഷ്യൂനട്ടും ഇട്ട് കൊടുത്ത് നല്ല ഫ്രൈഡ് ഓണിയനും ഇട്ട് കൊടുത്ത് ഇത് ചൂടോടെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. നോമ്പ് സമയത്തൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിന് മുകളിൽ സവാള ചെറുതായി അരിഞ്ഞതും നാരങ്ങ പിഴിഞ്ഞ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.